പക്ഷെ പതുക്കെ 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 ഒരു 3-4-5 പ്രാവശ്യം 6 പ്രാവശ്യം പിന്നെ TV-യിൽ കൂടെ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു അട്രാക്ഷൻ, എന്തോ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം വന്നു. അതെന്താണ് ജാസി എന്താണ് കൊണ്ടുവരാൻ ശ്രമിച്ചൊരു കാര്യം? പാട്ടിന്റെ പ്രധാന ഒരു പൾസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് റിതം, ഒരു താളത്തിന്റെ ഒരു അല്ല, എന്നാലും പാടുന്നതിന് ഒരു ആക്സെന്റ്. അപ്പൊ ഞാൻ ജാസിയുടെ ഒരു പടത്തിൽ പാടിയപ്പോ ഏകദേശം ജാസിയെ പോലൊക്കെ പാടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ശംഭുവില്. അപ്പം പക്ഷെ എങ്കിലും പിന്നെ ആരും കാരണം വിട്ടു ഞാൻ, കാരണം പറ്റില്ല. കാരണം പുള്ളിയുടേതായിട്ട് ഒരു സ്റ്റാമ്പ് ഉണ്ട്, അത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. പക്ഷെ വളരെ നന്നായിരുന്നു, കാരണം ആ എന്താണ് പ്രൊനൗൺസിയേഷനും അത് എനിക്ക് തോന്നുന്നു കൂടുതൽ അതില് വെസ്റ്റേൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു പ്രൊനൗൺസിയേഷന്റെ ഒരു ഇത് രീതിയിലങ്ങ് പാടിയതാണ്. പിന്നെ അന്നും ഒത്തിരി ഫ്രീ ആയിരുന്നു നമ്മള് പാടാനാണെങ്കിലും, ഭയങ്കരമായിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പിന്നെ കുറച്ചങ്ങ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. പല ആൾക്കാരുടെയും ഒരു ആസ്വാദനം ശേഷിയൊക്കെ നമുക്ക് മനസ്സിലാക്കി. അപ്പൊ അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കണ്ടുള്ള ഒരു സംഭവമാണ് ആയിരിക്കണം ഇപ്പോഴും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം പല. ലജ്ജാവതിയെ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് കാരണം വെച്ചാൽ അതിന്റെ ആ സ്ലാങ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊരു എനിക്ക് തോന്നുന്നു ഞാനൊരു 100 സ്റ്റേജിലെങ്കിലും ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ലജ്ജാവതി. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കൊളുത്തോ മീനോ മാരിവില്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാരെ, മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഇപ്പൊ കേൾക്കുമ്പോഴും എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. കാരണം ഒരു പക്ഷെ കൈതപ്പുറത്തിന്റെ ആ രചന അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കാണാം. റിതം ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന റിതമാണെങ്കിലും എന്തോ സംതിങ് ന്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതുപോലൊരു പാട്ട് ഇപ്പൊ എനിക്കിപ്പോ ചൈന ടൗണിന്റെ സംഗീതം ജാസിയല്ലേ, ഇതുപോലൊരു ഒരു അഡോപ്ഷൻ അതിനകത്ത് നടത്തി നോക്കിക്കൂടെ, ട്രൈ ചെയ്തൂടെ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഒരു പെട്ടെന്ന് കുറെ നാളിന് ശേഷം വീണ്ടും ജാസിയുടെ ഒരു സ്റ്റാമ്പായിട്ട് വരുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം ആരാണ്? ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം ആരാണെന്ന് ചേട്ടൻ ഒരു ക്ലൂ തരണം. മൈഥിലിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ വയലാറിനൊപ്പം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് ഒരാൾ മാത്രമേ ഉള്ളൂ, ദേവരാജൻ മാഷ്. സോ കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ജി ദേവരാജൻ. വളരെ വളരെ ശരി ഉത്തരമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ടൊരു അടിപൊളി ഗാനം ജാസി പാടിയാലും മതി, മൈഥിലി പാടിയാലും മതി. മൈഥിലി പാടിക്കോളൂ. ദേഹത്തൊക്കെ തട്ടിയേ ചേട്ടാ, മൈക്കിൽ തട്ടിയതാണ്, ദേഹത്തല്ല. അല്ല, ഞാൻ കണ്ടപ്പോഴത്തെ കയ്യിലൊക്കെ ഞാൻ തട്ടി ആ മൈഥിലി പാട് എന്നൊക്കെ ആ ലെവലായ. ദൈവമേ, ആ പാടിക്കും. मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना, आता है मुझको प्यार में चल जाना, मुश्किल है प्यारे जरा बच के जाना, मेरा दिल प्यार का दीवाना, दीवाना दीवाना प्यार का परवाना. ജാസിയുടെയും മൈഥിലിയുടെയും രസകരമായ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച കാണാം ഇതേ സമയം. ജാസിയുടെ മനസ്സിലുള്ള ചില വികാരങ്ങൾ മൈഥിലിയെ അറിയിക്കാനും കൂടെ വേണ്ടി മാത്രമാണ് ഈ പാട്ട് ഞാൻ പാടാൻ. അല്ല, ചേട്ടനാന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ. Don't worry about a thing, 'cause everything gonna be alright. എനിക്ക് പാലേരി മാണിക്യം കണ്ടിട്ട് എനിക്ക് മൈഥിലിയെ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഇങ്ങനൊരു ഇത് ഞാൻ പ്രതീക്ഷിച്ചു ചേട്ടന്റെ ഭാഗത്തുനിന്ന്. ഇത് എപ്പോഴും ഇത് കൊണ്ടുവരും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗംഗാ യമുന സംഗ
സമതല ഭൂമി. ജാസിക്ക് വികാരം വന്നില്ലേ? പൈനാപ്പിൾ പോലൊരു പെണ്ണ്. ജാസി ചേട്ടാ എന്ന് വിളിച്ചപ്പോ ജാസി ചേട്ടൻ ഞാൻ ലജ്ജാവതിയെ. உலகமே நாடகமேடை உன் ரசிகன் தானே தேவை നരരരരരരര, ഇത് തപ്പേ ഇല്ലേ. ഇത് മൊത്തം റേപ്പാണല്ലോ സർ. അതാണ് ഞാൻ ചോദിച്ചത്. മൊത്തം ബലാത്സംഗമായിട്ടുള്ള ഒരു ചിത്രം ആദ്യമായിട്ട് 20 വയസ്സായിട്ടുള്ള മൈഥിലി എന്തുകൊണ്ട് സമ്മതിച്ചു? യമുന വെറുതെ പാടുന്നു യാദവം ഹരിമാധവം ഹൃദയഗാനം. இந்த மாதிரி ஒரு ரேப் சீன் இருக்கு, யாரை கூப்பிடுறதுக்கு? அது கேரளாவில் ஒரு பெண் இருக்கு, மைதிலி. கூப்பிடுங்க, சீக்கிரம் கூப்பிடுங்க. Costume courtesy MG Srikumar, Pooja Hype.